ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കടലമിഠായിയാണ്. കടയിൽ നിന്നും വാങ്ങുന്ന പോലെയുള്ള കടലമിഠായി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കടല വറുത്തെടുക്കണം. ഞാനിവിടെ 4 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. അതിനെ നല്ലപോലെ വറുത്തെടുക്കണം. ഈ കടലയിലേക്ക് കുറച്ച് ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കാം. അതായത് ഒരു 1/4 കപ്പ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് മിക്സ് ചെയ്തെടുത്താണ്. ഇനി ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ ഈ കടല വറുത്ത് തൊലി കളഞ്ഞത് കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കടല വറുത്തെടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് കടല വറുക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കടലയുടെ തൊലിയൊക്കെ പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. കടല വറുത്തതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ചീനച്ചട്ടിയിൽ നിന്നും പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇത് ഈ ഒരു ചട്ടിയുടെ ചൂട് കൊണ്ട് ഇത് കരിഞ്ഞു പോകും. എന്നിട്ട് ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഒരു കിച്ചൺ ടവലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കാം. ഒരുപാട് ചൂടും പാടില്ല, എന്നാൽ തണുത്ത് പോകാനും പാടില്ല. ഒരു ചെറിയ ചൂടോട് കൂടി വേണം കടലയുടെ തൊലി കളഞ്ഞെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ അത് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ 1-2 ഒക്കെ പോവാത്തതുണ്ടെങ്കിൽ ഇതുപോലെ കൈകൊണ്ടൊന്ന് കളഞ്ഞെടുത്താലും മതി. ഇത് സ്ട്രെയിനറിലൂടെ ഇതുപോലെ കടല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു തൊലിയൊക്കെ താഴത്തോട്ട് പോകുന്നോളും. അപ്പോൾ കടല മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് കടല വറുത്ത് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഇതെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് പൊടിഞ്ഞു പോകരുത്. എന്നാൽ ഈ ഒരു മുഴുവനായിട്ടുള്ള കടല ഒരു പകുതി, അതായത് സ്പ്ലിറ്റ് ചെയ്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലത്തെ ഒരു പെസ്റ്റിൽ കൊണ്ട് ഇതുപോലെ ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ കടല ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അലൂമിനിയം ഫോയിലിൽ കുറച്ചൊരു ഓയിൽ തടവി കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈങ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് കടലയാണ് എടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. എന്നിട്ട് ഇത് അവിടെ ഇരുന്ന് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കറക്റ്റ് എല്ലാ സൈഡിലായിട്ടും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മെൽറ്റ് ആവണില്ല എന്ന് തോന്നുവാണെങ്കിൽ വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധനം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം അങ്ങനെ തന്നെ ഇരുന്നത് മെൽറ്റ് ആയിക്കോളും. മെൽറ്റ് ആയതിനു ശേഷം മാത്രമാണ് കേട്ടോ തവി കൊണ്ട് ഇളക്കാമുള്ളൂ, അല്ലെങ്കിൽ ഈ പാൻ തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാമുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ചായി. ഇതിപ്പോൾ ഷുഗർ നല്ലപോലെ കാരമലൈസ് ആയിട്ടുണ്ട്. ഷുഗർ ഒരുപാടും കൂടെ കരിഞ്ഞു പോകരുത്, അപ്പോൾ ഒരു കയ്പ്പ് ചുവ വരും. ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞത് അപ്പക്കാരം അല്ലെങ്കിൽ സോഡാപ്പൊടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതായതിപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലപോലെ ചേഞ്ചായി വരുന്നുണ്ട്. ഈ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താലാണ് നമ്മുടെ ഈ കടലമിഠായി ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കത് പൊട്ടിച്ചെടുക്കാനും ഒക്കെ പറ്റുള്ളൂ. മറ്റു ഭയങ്കരമായിട്ട് ഹാർഡായി പോവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച കടല ഇട്ട് കൊടുത്ത് നല്ലപോലെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ടിത് പെട്ടെന്ന് തന്നെ ആ ഒരു അലുമിനിയം ഫോയിലിട്ട് ഇട്ട് കൊടുക്കാം. അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റിൽ ഇതുപോലെ തന്നെ എണ്ണ തടവിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അലുമിനിയം ഫോയിലിൽ എണ്ണ പുരട്ടി വെച്ചതിന് ശേഷം വേണം ഈ കടലമിഠായി ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്കിത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഫോയിലിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ ലെവൽ ചെയ്തെടുക്കണം. അപ്പം ഞാനിതൊരു ചപ്പാത്തി കോല് കൊണ്ടാണ് ഇത് റോൾ ചെയ്തെടുക്കുന്നത്. എന്നിട്ടിത് നല്ലൊരു ഷേപ്പിലാക്കി എടുക്കണം. സ്റ്റീൽ പ്ലേറ്റിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ബൗളിൻ്റെ അടിഭാഗം കൊണ്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. അതുപോലെ ബേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പാർച്ച്മെൻറ്റ് പേപ്പറൊന്നും ഇതിന് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ആ പേപ്പർ മൊത്തം ഇതിനകത്ത് പിടിച്ചിരിക്കും. അതുപോലെ ചില്ല് പാത്രങ്ങളൊന്നും ഇതിന് പറ്റില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു അലുമിനിയം ഫോയിലാണ്. സെക്കൻഡ് ചോയ്സ് ആയിട്ടാണ്
ഈ ഒരു സ്റ്റീൽ പ്ലേറ്റ് പറയുന്നുള്ളൂ. അതുപോലെ ഈ കടല മിക്സി ഉപയോഗിച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പടി കൂടി പൊടിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടികല്ല് ഉപയോഗിച്ച് തന്നെ ക്രഷ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. കടലമിഠായി നല്ലപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്യുമ്പോൾ താഴെ വരെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു 1/4 ഭാഗം ഒന്ന് വരഞ്ഞു കൊടുക്കണം. എങ്കിലാണ് ആ ഒരു നല്ല ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഷേപ്പൊന്നും കിട്ടില്ല. ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി വരും. ഇതുപോലെ പൊട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഇതുപോലെ 2 അലുമിനിയം ഫോയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് അവൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കിയത് തന്നെ. അപ്പോൾ അത് അവർക്ക് സ്കൂളിലായിട്ട് കൊടുത്തു വിടാനായിട്ടൊരു ക്ലിങ് ഫിലിമിൽ റാപ്പ് ചെയ്ത് ആണ് കൊടുത്തു വിട്ടത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. ഇനി കടലമിഠായി ഒന്ന് പൊട്ടിച്ച് നോക്കാം. വേണ്ട, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. കടലമിഠായിക്ക് പല സ്ഥലങ്ങളിലും കപ്പലണ്ടി മിഠായി എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.